ഹലോ സുറ്റോണികളെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമ്മൾ BMR ബസ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഇന്നോവ കാറിലാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ BMR ബസ് അവിടെയുള്ള ഏതൊരു പമ്പിലുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കങ്ങോട്ട് പോവാം. നമ്മൾ ഇന്നോവ എടുത്തിട്ട് അങ്ങോട്ട് പോവാം. ഇന്നോവ എവിടെ 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 നമ്മൾ MFCൻ്റെ അവിടെ ഉള്ള പാർക്കിങ്ങിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ അതിൻ്റെ അപ്പുറമാണ് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവാണ്. നമ്മൾ വണ്ടി കയറാൻ പോവാണ്. വണ്ടി കയറിയിട്ട് സ്റ്റാർട്ടാക്കിയിട്ട് വിടുകയാണ് നമ്മൾ ഇവിടുന്ന് നേരെ. ചെറുതായിട്ട് തട്ടിപ്പോയി പോവാണ്. ഇനി നമ്മൾ BMR ബസ് എടുത്തിട്ട് അതിന് ഏത് ലിവറി വേണം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഏത് ലിവറി വേണമെന്ന്. ഇപ്പോൾ നമ്മൾ അവിടെയുള്ള പമ്പിലുണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ നേരെ പമ്പിലേക്കാണ് പോകുന്നത്. വേറെ ഇവിടെ നിർത്തുന്നില്ല. വഴി ചെറുതായിട്ട് മാറിപ്പോയി. പിന്നെ നമ്മൾ നേരെ തിരിച്ച് പിന്നെ ആ വഴിയിലേക്ക് പോവാണ്. നമ്മൾ അതിൻ്റെ ലൈറ്റ് വർക്കും സൗണ്ട് വർക്ക് കഴിഞ്ഞതാണ്. സൗണ്ട് വർക്ക് കുറച്ചും കൂടി പണിയാണ്. അതുകൊണ്ട് വേറെ കണക്ഷൻ കൊടുത്തിട്ടില്ല. ലൈറ്റ് വർക്ക് കഴിഞ്ഞാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത ലോഡ് മാപ്പിലാണ് നമ്മുടെ സ്ഥലം. ലോഡ് മാപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് നേരെ പോവാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്താറായിട്ടുണ്ട്. ഒരു വണ്ടിയൊക്കെ ഇറങ്ങിപ്പോയി. പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പം എത്തും. കുറച്ചും കൂടി പോകാനുള്ളൂ. ആ ബസ് എടുത്തതിന് ശേഷം എവിടേക്കാണ് ടൂർ പോകേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് പറയണം. ആ ബസ് എടുത്തതിന് ശേഷം എവിടേക്കാണ് ടൂർ പോകേണ്ടതെന്ന് നിങ്ങളൊന്ന് പറയണം. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ ബസ് മേലുള്ള ഏത് മാപ്പിലേക്കാണ് ടൂർ പോകേണ്ടതെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം ഇവിടെയുള്ള ഏതോ പമ്പിൻ്റെ അവിടെയാണ് പറഞ്ഞത്. അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ എത്തിയിട്ട് നമ്മളൊക്കെ ഇന്നോവ അങ്ങോട്ട് പോയി. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ അവിടെയുള്ള പമ്പിൻ്റെ അവിടെയാണ് വണ്ടി ഉള്ളത്. ഇപ്പം അവിടുന്ന് വണ്ടി എടുത്തിട്ട് വേണം പോവാനേ. നമ്മൾ കാണുന്നതാണ് നമ്മളെ വണ്ടി. ഭയങ്കര മഴയാണ് ഗൈസ്. ഈ വണ്ടിക്ക് ഏത് ലിവറി വേണമെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി. വണ്ടി എങ്ങനെയുണ്ട്? നല്ല ദിവസമല്ലേ കാണാൻ? ഉള്ളിൽ ഞാൻ ലിവറ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള മുഴുവൻ ഞാൻ കാണിച്ചു തരുന്നതാണ്. നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഞാനിപ്പോൾ വണ്ടിൻ്റെ ഇൻറ്റീരിയർ നോക്കാം. നല്ല രസമുണ്ട്. AC സ്വിച്ചൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് കാണിക്കുന്നതാണ്. ആദ്യം നമ്മൾ എയർ അടിക്കണം. സ്റ്റാർട്ടാക്കിയ ശേഷം എയർ അടിക്കണം. പിന്നെ ഇനിയിപ്പോൾ അടുത്ത് നോക്കുന്ന ലൈറ്റാണ്. ലൈറ്റിൻ്റെ കാര്യങ്ങളാണ്.
നമ്മൾ ലിപ്പ് നോക്കണം എല്ലാവരും. ലിപ്പ് ഊരി കഴിഞ്ഞാലാണോ രസം, ഇട്ടിട്ടാണോ രസം എന്നുള്ള രസം കമൻറ്റ് ചെയ്യണം. ഇപ്പം നമ്മളെ വണ്ടിൻ്റെ ലിപ്പ് എന്താ നോക്കാം. ലിപ്പുള്ളതാണോ ഇല്ലാത്തതാണോ രസം നോക്കാൻ പറഞ്ഞേ. നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ജസ്റ്റ് പിന്നെയും പോലും ഇങ്ങനെ മിന്നിക്കളിക്കും. പിന്നെ നമ്മൾ വൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ കളർഫുള്ളാവും. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടിയും കളർ വരും. നിങ്ങൾ കണ്ടോളൂ. ലിപ്പ് ഊരിയിട്ടാണോ അല്ലെങ്കിൽ ലിപ്പ് ഇട്ടിട്ടാണോ രസം എന്നുള്ളതൊന്ന് പറയണം. ഇപ്പോൾ നമ്മൾ ഈ വണ്ടി കൊണ്ട് നേരെ ഇവിടെയുള്ള ബസ് സ്റ്റാൻഡിലാണ് കൊണ്ടുവെക്കേണ്ടത്. അവിടുന്ന് ഇതിൻ്റെ ആൾ വന്ന് ലിവറിൻ്റെ സ്റ്റിക്കർ വർക്കിൻ്റെ ആൾ വന്ന് എടുക്കും നമ്മൾ പറഞ്ഞത് വണ്ടി. അതുകൊണ്ട് നമ്മൾ വണ്ടി അവിടെ കൊണ്ടാണ് ഇടുന്നത്. പണ്ടിട്ട് ലൈറ്റൊക്കെ അടിപൊളിയല്ലേ ബേസ്. ബാക്കിലുണ്ട് ലൈറ്റ്. ഇപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പോൾ ഡീസൽ അടിച്ചിട്ടില്ല വണ്ടിയിൽ. ഡീസൽ ഇപ്പോൾ കൊടുത്താൻ വെക്കണം. എത്ര പൈസ എന്നുള്ളത് അറിയില്ല. ഉള്ളിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ലിറ്ററിന് ഇവിടെ 15 രൂപയാണ് വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലോ ലിറ്ററിന് എത്ര ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് 2250 റുപ്യക്കാന്ന് തോന്നുന്നു ഫുള്ളാക്കിയിട്ടുണ്ട്. 200 ലിറ്റർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോവാം ഇവിടുന്ന് നേരെ അടുത്ത ബസ് സ്റ്റാൻഡ് കൊണ്ടുവിടണം. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ്. അവിടെ കൊണ്ടുവിട്ടാൽ നാളെ അതിൻ്റെ ആൾ വന്നിട്ട് വണ്ടി എടുത്ത് കൊണ്ടുപോയിട്ട് പിന്നെ സ്റ്റിക്കർ വർക്കൊക്കെ അതിൻ്റെ ഫിക്സ് ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ പറയണം ഏത് ലിവറാണ് അടിക്കേണ്ടത് എന്ന് പറയണം. അത് നമ്മൾ ഇടുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇപ്പം തന്നെ 199 ലിറ്ററായി. മൈലേജ് വളരെ കുറവാണ് വണ്ടിക്ക്. നമ്മൾ ബസ് സ്റ്റാൻഡ് എത്താനായിട്ടുണ്ട്. ഏകദേശം ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഇവിടെ കുറച്ച് മുമ്പോട്ട് പോയി അവിടെ പാർക്ക് ചെയ്ത് വെക്കണം വണ്ടി. ഇപ്പം നമ്മൾ ഈ ഗ്യാപ്പിലാണ് കൊണ്ടിടുന്നത് വണ്ടി. അതാണ് സേഫ്. ആകുമ്പോൾ എടുക്കാൻ ആൾക്കാർക്ക് വന്ന് എടുക്കാൻ നല്ല സുഖമാണ്. ഇപ്പം നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.
ലിവർ ഇട്ട് വരുന്ന വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.